ശക്തമായ തോതിലുള്ള ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും, വെടിനിർത്തൽ കരാർ ലംഘനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ഒരു മണിക്കൂറിനിടെ ഉണ്ടായത്. ഇന്ത്യയുടെ 8 അതിർത്തി മേഖലകളിൽ LOCക്ക് സമീപമാണ് പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണം നടത്തിയത്. അത് ഇത്തവണയും തുടർച്ചയായി 3-ാം ദിവസവും ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. പൂഞ്ച്, രജൌരി, ഒപ്പം തന്നെ അഖ്നൂർ, ബാരാമുള്ള, ഉറി അടക്കമുള്ള മേഖലകളിൽ പാകിസ്ഥാൻ വെടി ഉതിർത്തു. ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തിയത്. എന്നാൽ ഇന്ന് തക്കതായ പ്രതിരോധം നൽകാനായി ഇന്ത്യൻ സൈന്യം തയ്യാറായിരുന്നു. തിരിച്ച് പീരങ്കികൾ, ആർട്ടിലറി ഫയറിംഗ് ആണ് ഇന്ത്യ നടത്തുന്നത്. പാകിസ്ഥാന്റെ ഈ സൈനിക പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തുന്നത്. ശക്തമായ മറുപടി തന്നെ ഈ മേഖലകളിൽ 8 ഇടങ്ങളിലും ഇന്ത്യൻ സൈന്യം തിരിച്ചു നൽകുന്നുണ്ട് എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ജമ്മു കശ്മീരിലെ ഭൂരിഭാഗം നഗരങ്ങളിലും ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഭൂരിപക്ഷം പ്രദേശങ്ങളിലും. ഒപ്പം തന്നെ ഈ മേഖലകളിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രധാന നഗര കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ വിമാനത്താവളങ്ങൾ, സൈനിക താവളങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി പാകിസ്ഥാന്റെ 100 കണക്കിന് ഡ്രോണുകളാണ് ഇന്ന് ഇന്ത്യയുടെ ആകാശത്തേക്ക് കുതിച്ചെത്തിയത്. അതിൽ ജമ്മു വിമാനത്താവളം മാത്രം ലക്ഷ്യമാക്കി 16 ഡ്രോണുകളാണ് എത്തിയത്. ഇതെല്ലാം തന്നെ തകർക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് ആയിരിക്കുന്നു. S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിരിക്കുന്നു.